കോതമംഗലത്ത് ആൺസുഹൃത്തിനെ വിഷം നൽകി കൊലപ്പെടുത്തിയതിന് പിന്നിൽ സാമ്പത്തിക തർക്കമെന്നാണ് പോലീസ് പറയുന്നത്. അൻസിലിനെതിരെ അദീന നൽകിയ മർദ്ദനക്കേസ് പിൻവലിക്കാൻ പണം വാഗ്ദാനം ചെയ്തിരുന്നു. പിന്നീട് പണം നൽകാത്തതിലെ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൊലയ്ക്ക് മുൻപായി അദീന കൃത്യമായ ആസൂത്രണങ്ങൾ നടത്തിയിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സഹിൻ, ഇപ്പോൾ പോലീസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ കൃത്യമായ ആസൂത്രണത്തോടു കൂടി നടപ്പാക്കിയ ഒരു കൊലപാതകം അല്ലേ? തീർച്ചയായിട്ടും സേതു, അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കാരണം 2-3 മാസങ്ങൾക്ക് മുൻപ് തന്നെ അദീന അൻസിലിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. അതിന് കാരണമായിട്ട് പറയുന്നത് അൻസിലും അദീനയും അവർ സുഹൃത്തുക്കളായിരുന്നു. അവർ ഇതിനിടയിൽ അൻസിൽ അദീനയെ മർദ്ദിച്ചതിന് കോതമംഗലം പോലീസിൽ കേസ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അൻസിൽ പണം വാഗ്ദാനം ചെയ്ത് കേസ് അദീനയെ കൊണ്ട് പിൻവലിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ആ പണം നൽകിയില്ല. ഇതോടുകൂടി അദീനയ്ക്ക് അൻസിലിനോട് തീർത്താൽ തീരാത്തൊരു വൈരാഗ്യമുണ്ടായി. ആ വൈരാഗ്യം അങ്ങനെ മനസ്സിൽ കടന്ന് കൂടിയാണ് CCTV ക്യാമറകളടക്കം നശിപ്പിച്ചിരുന്നു. ആ അൻസിലിനെ കൊല്ലാനുള്ള ചട്ടം തയ്യാറാക്കിയിരുന്നു. അങ്ങനെ അൻസിലിനെ വിളിച്ചു വരുത്തി വിഷം നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷം നൽകി കൊലപ്പെടുത്താനുള്ളൊരു കാരണം, അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് സാമ്പത്തിക തർക്കമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സേതു, ശരി സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.